അടുത്ത കാലത്തായി രാസലഹരിയുമായി ബന്ധപ്പെട്ട ഒരുപാട് കുറ്റകൃത്യങ്ങൾ കണ്ടുവരുന്നു. കൗമാരക്കാരാണ് ഇതിൽ ഏറ്റവും കൂടുതൽ പ്രതികളായി വരുന്നത്. ഏതൊരു കുറ്റകൃത്യത്തിൻ്റെയും പുറകിൽ മയക്കുമരുന്നിൻ്റെ സാന്നിധ്യം നമുക്ക് കാണാൻ സാധിക്കും. മയക്കുമരുന്ന് വ്യാപനവും ഉപയോഗവും നിയന്ത്രിക്കുന്നതിനായി ഇന്ത്യൻ പാർലമെൻറ്റ് 1985 പാസാക്കിയ NDPS ആക്ടിനെ ചുവടുപിടിച്ചാണ് കേരള എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റും പ്രവർത്തിച്ചു വരുന്നത്. ഈ നിയമത്തിലെ ഏറ്റവും കഠിനമായ ശിക്ഷ സെക്ഷൻ 31A പ്രകാരമുള്ള വധശിക്ഷയാണ്. രാസലഹരികൾ കൈവശം വയ്ക്കുന്നത് 10 വർഷം മുതൽ 20 വർഷം വരെയോ അതിൽ കൂടുതലോ ശിക്ഷ കിട്ടാവുന്നതാണ്. സെക്ഷൻ 68A പ്രകാരം മയക്കുമരുന്ന് കേസുകളിലെ പ്രതികളുടെയും അവരെ സഹായിക്കുന്നവരുടെയും സ്വത്തുവകൾ സർക്കാരിലേക്ക് കണ്ടുകെട്ടുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പരിസരത്ത് മയക്കുമരുന്നുകളുടെ വിൽപ്പനയോ ഉപയോഗമോ നടത്തിയാൽ വർദ്ധിത ശിക്ഷയാണ് നിങ്ങളെ തേടി വരുന്നത്. മയക്കുമരുന്ന് കേസുകളിൽ പ്രതികൾക്ക് ലഭിക്കുന്ന അതേ ശിക്ഷ തന്നെയാണ് അവരെ സഹായിക്കുന്നവർക്കും ഗൂഢാലോചന നടത്തുന്നവർക്കും കിട്ടുന്നത്. രാസലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ നിങ്ങളും ഞങ്ങളോടൊപ്പം അണിചേരുക. എന്നും എക്സൈസ് വകുപ്പ് നിങ്ങളോടൊപ്പം ഉണ്ടാകും.